ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും കൃഷി മേഖലയിലേക്ക് ഇറങ്ങിയതാണ്. റോങ്റിയാൻ, പിന്നെ N18, E35 അങ്ങനെ 3 ഇനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട്. E35 പിന്നെ നമുക്ക് എന്താ പറയുക, കൊമേഴ്സ്യലായിട്ടൊരു പർപ്പസിന് പറ്റില്ല. അത് ചെറിയ കായ്, കുരു വലിയൊരിത്. അതുകൊണ്ട് N18ഉം റോങ്റിയാനുമാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. എനിക്കിതിൻ്റെ റിസൾട്ടാണെങ്കിൽ ഒരു 10 വർഷത്തോളം പിടിക്കും. 10 വർഷമാകുമ്പോഴത്തേക്ക് ഒരു 60 കിലോ കായൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു മരത്തിൽ നിന്ന്. പിന്നെ ഇത് കൊണ്ടുപോയി ഉപയോഗിച്ച ആളുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അധികം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ ഒരു 8 മണിക്കൊക്കെ എണീച്ച് വരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ തന്നെയാണ്. പിന്നെ ഒരു 11 മണി വരെയൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ ഉണ്ടാവും. അല്ല, ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാനിപ്പം എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ 4.5 ഏക്കറോളം സ്ഥലമുണ്ട്. 4.5 ഏക്കറോളം ഉണ്ട്. അതിൽ കംപ്ലീറ്റ് റംബൂട്ടാൻ തന്നെ ആയി. അപ്പോൾ ഇനിയിപ്പം മറ്റു കൃഷികളെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. കുറേ പേര് എന്താ പറയുക, ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ തന്ന് പറ്റിച്ചിട്ടുമുണ്ട്. എന്നാലും അതും നമ്മൾ എന്താ പറയുക വെട്ടിക്കളയാണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ടാവും. പടവുംപറമ്പിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വഴിയോരങ്ങളിലൊക്കെ ഇങ്ങനെ റംബൂട്ടാൻ വിൽക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ. ഇത് കൃഷി ചെയ്യുന്ന കർഷകരുണ്ട് ഒരുപാട് വയനാട്ടിൽ. അങ്ങനെ ഒരു കർഷകനെയാണ് ഇന്ന് പടവുംപറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. സനൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷിയിടവും കൃഷി കാഴ്ചകളും ഒക്കെ കാണാം ഇന്നത്തെ എപ്പിസോഡിൽ. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും കൃഷി മേഖലയിലേക്ക് ഇറങ്ങിയതാണ്. പിന്നെ റംബൂട്ടാൻ്റെ പരിപാടിയാണ് ഇപ്പം കൂടുതലായിട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു 4 വർഷത്തോളം ആയുള്ളൂ. കൂടുതലും യൂട്യൂബ് അസിസ്റ്റൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഇത് തുടങ്ങിയത്. പിന്നെ കോഫി ചെയ്യുന്നുണ്ട്, പിന്നെ തെങ്ങുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കൃഷികളുണ്ട്. കുടുംബപരമായിട്ട് തന്നെ നമ്മൾ കൃഷിക്കാർ തന്നെയാണ്. അച്ഛനും വലിയച്ഛനൊക്കെ കൃഷിയാണ്. അവർ കോട്ടയംകാരായിരുന്നു. അവർ ഇവിടേക്ക് വന്ന് അങ്ങനെ ഇവിടെ ഒരു 12 ഏക്കറോളം സ്ഥലം എടുത്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവരുടെ മരണശേഷം പിന്നെ ഞാൻ ഏറ്റെടുത്ത് നമ്മളിപ്പം എന്താ പറയുക, പരമ്പരാഗത കൃഷിയിൽ നിന്ന് മാറിയിട്ട് കൂടുതലും ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റബ്ബർ നമ്മൾ ഏതാണ്ട് ഒരു 10-28 വർഷത്തോളം വെട്ടിയിട്ട് അത് എന്താ പറയുക നമ്മൾ അത് സ്ലോട്ടർ കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിൽ കോഫിയും വെച്ചിട്ടുണ്ട്. അതിന് ഇടവേളയായിട്ട് റംബൂട്ടാനും ചെയ്തിട്ടുണ്ട്. പിന്നെ മാങ്കോസ്റ്റിന്, പിന്നെ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ചാക്കുകളുണ്ട്. കുറേ 10-15ഓളം വെറൈറ്റി ചക്ക, അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ഇത് തന്നെയാണ്, ഫ്രൂട്ട്സ് തന്നെയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യം ഭക്ഷണം തന്നെയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മളിത് കുറേശ്ശെ തുടങ്ങിയത്. പിന്നെ ഇതൊരു എന്താ പറയുക നമുക്കൊരു ഹോബിയും കൂടിയായി. ഇപ്പം ഇതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് വിജയിച്ച് കിട്ടിയത് ഒരു 100ഓളം ചെടിയാണ്. ഒരു 150ഓളം ചെടി ഞാൻ വെച്ചതാണ്. അത് മാനും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ലോസായി. ഇപ്പോൾ റോങ്റിയാൻ, പിന്നെ N18, E35 അങ്ങനെ 3 ഇനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട്. E35 പിന്നെ നമുക്ക് എന്താ പറയുക കൊമേഴ്സ്യലായിട്ടൊരു പർപ്പസിന് പറ്റില്ല. അത് ചെറിയ കായ്, കുരു വലിയൊരിത്. അതുകൊണ്ട് N18ഉം റോങ്റിയാനുമാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് വളർച്ച കിട്ടുന്നുണ്ട്. ഇത് ഏതാണ്ട് ഈ നിൽക്കുന്ന ചെടികളൊക്കെ ഒരു 4ഓളം വർഷമായ ചെടികളാണ്. പിന്നെ 20 അടി സ്പേസിങ്ങിലാണ് ഞാനത് നട്ടിരിക്കുന്നത്. പിന്നെ കൃത്യമായിട്ട് ഇതിൻ്റെ റിസൾട്ട് ആണെങ്കിൽ ഒരു 10 വർഷത്തോളം പിടിക്കും ഇതിന് ശരിക്കും കായായി വരണമെങ്കിൽ. അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യണം. അത് N18 എന്ന് പറയുന്നത് മലേഷ്യൻ്റെ ഒരു വെറൈറ്റിയാണ്. പിന്നെ തായ്ലാൻഡിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ റോങ്റിയാൻ എന്ന് പറയുന്നത്. കേണിച്ചിറ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് നിന്ന് നഴ്സറിയിൽ നിന്നാണ് തൈ കൊണ്ടുവന്നത്. ഹോം ഗ്രൗണ്ടിൻ്റെ തൈയാണ്.
ഏതാണ്ട് ഒരടിയോളം വലിപ്പമുള്ള 400 രൂപ വില വരുന്ന തൈകളാണ് ഞാൻ ശേഖരിച്ച് കൊണ്ടുവന്നത്. പിന്നെ ഒരു വർഷം 2 തവണയോളം നമ്മൾ രാസവളവും പ്ലെൻ്റി ആയിട്ട് ജൈവവളവും കൊടുക്കുന്നുണ്ട്. ഇതിന് ചപ്പും ചാണകമായിട്ട്. ഞാനിപ്പം നിലവിൽ ചെയ്തേക്കുന്നത് ഇത് 20 അടി സ്പേസിങ്ങിലാണ്. ശരിക്കത് അവർ പറയുന്നത് എന്താ വെച്ചാൽ 40 അടി സ്പേസ് വേണമെന്നാണ്. പക്ഷേ നമ്മൾ അത്രത്തോളം സ്പേസ് വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഒരു 20 അടി ചെയ്തിട്ട് ഒരു 10 വർഷം കഴിയുമ്പോൾ പകുതിയോളം വെട്ടിക്കളയാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ് ശരിക്ക് കായ്ഫലം തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ട് നമ്മുടേതും അങ്ങനെ തന്നെ 3ാമത്തെ വർഷം തന്നെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ 5 വർഷമായ ചെടികളാണ് എൻ്റെ ഈ പുറകിലുള്ളതൊക്കെ. പിന്നെ കൂടുതൽ എനിക്കുള്ളത് 3 വർഷം കഴിഞ്ഞ ചെടികളാണ്. ഇതിപ്പോൾ നമ്മൾ ചെടി വലുതാകുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ക്രോപ്പ് കൂടി വരിക. അപ്പോൾ ശരിക്കും ഇതിൻ്റെ റിസൾട്ടാണെങ്കിൽ ഒരു 10 വർഷത്തോളം പിടിക്കും. 10 വർഷമാകുമ്പോഴത്തേക്ക് ഒരു 60 കിലോ കായൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു മരത്തിൽ നിന്ന്. ഇപ്പം നമുക്കൊരു ചെടിയിൽ നിന്നൊരു 10-15 കിലോയോളം കിട്ടുന്നുണ്ട് ഈ 4-5 വർഷമായ ചെടികളിൽ നിന്ന്. ഞാനിവിടെ സംഭവം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് ആളുകൾ വരലുണ്ട്. ലോക്കലായിട്ട് തന്നെ ഞാൻ കൊടുക്കലാണ് കൂടുതലും. പിന്നെ 200 രൂപയ്ക്കാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിലെക്കാട്ടിൽ ഒരു 100 രൂപയോളം താഴ്ത്തി തന്നെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് ഇതിലുണ്ട്. നമ്മൾ ഡെയിലി തന്നെ പറിക്കുന്നുണ്ട്. ഒരു 10-15 കിലോയോളം ഓരോ ദിവസങ്ങളിലും പറിച്ചു പോകുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞത്. അതിൻ്റെ മുകളിലേക്കല്ലാണ്ട് കുറയലില്ല. പിന്നെ ഫോൺ വഴി കുറേ ഓർഡറുകൾ വരും. പിന്നെ ഇത് കൊണ്ടുപോയി ഉപയോഗിച്ച ആളുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അധികം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. കച്ചവടക്കാരുമായിട്ട് ഞാനിതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. ഞാനിപ്പോൾ പുറത്തുനിന്ന് ഞാനധികം ഇത് അങ്ങനെ വാങ്ങി ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല. പിന്നെ ഇത് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും അപ്പോൾ പറിച്ച് കൊടുക്കുന്നതായതുകൊണ്ട് ഫ്രഷ് ആണല്ലോ സംഭവം. ആ ഒരു ധൈര്യം ഉണ്ട്. പിന്നെ ആളുകൾ എന്തായാലും വന്ന് കൊണ്ടുപോകുന്നുണ്ട്, പ്ലെൻ്റി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുണം കൂടുതലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 5-6 വർഷമായിട്ട് എനിക്കെന്താ പറയുക, നമ്മൾ നാണ്യവിളകളിൽ നിന്നൊരു മാറ്റം അതിങ്ങനെ ആഗ്രഹിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി പ്ലാവുകൾ വിദേശിയായിട്ടും സ്വദേശിയായിട്ടും ഒക്കെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് ഇങ്ങനെ ഇതായി കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു എന്താ പറയുക, ഒരു ട്രെൻഡായി എനിക്കത്. അപ്പോൾ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുണ്ട്. സംഭവം ഇത് ഞാൻ നട്ട സമയത്ത് കുറേ ആളുകൾ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഇതൊരിക്കലും വിജയിക്കാത്തൊരു സംഭവമാണ്, നമുക്ക് കോഫി ചെയ്താൽ പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊക്കെ. എന്തായാലും ഇപ്പം ആരും അങ്ങനെ പറയുന്നില്ല എന്ന് തോന്നുന്നു. സംഭവം ഒക്കെ ചെയ്യലുണ്ട് നമ്മൾ. അങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് മാത്രമായിട്ടല്ല പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുമുണ്ട്. പിന്നെ കുറേ കൊമേഴ്സ്യലായിട്ട് നമ്മളൊരു ഏർപ്പാടായിട്ട് ചെയ്യുന്നതാണല്ലോ, അപ്പം അങ്ങനെയും ചെയ്യലുണ്ട്. നന്നാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് പേര് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നന്നാകുമെന്ന് വിശ്വസിക്കുന്നു. കൃഷിഭവനിൽ നിന്ന് എനിക്കൊരു 40,000 രൂപ സബ്സിഡി കിട്ടിയിരുന്നു. പിന്നെ അവരൊന്നും അങ്ങനെ നമുക്കൊരു അസിസ്റ്റൻസ് ആയിട്ടൊന്നും ചെയ്യലില്ല. അവർ വന്ന് എന്താ പറയുക, സന്ദർശിക്കുക അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ശരിക്കും ഞാനിത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 2-3 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ വാലിയിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കിളികളൊക്കെ കുറച്ചൊക്കെ കൊണ്ടുപോകും ഇപ്പം, എന്നാലും ബാക്കി ഉണ്ടാവുമല്ലോ എന്തായാലും സംഭവം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കേടുകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. സ്റ്റംബോർ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഇതിന് വരലുള്ളൂ. പിന്നെ ഈ വർഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മഴ കൂടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു സംഭവം. കാവൊഴിച്ചിൽ കൂടുതൽ വരുന്നുണ്ട് സംഭവം. കാരണം എന്താ പറയുക, ഇറിഗേഷന് വേണ്ടിയിട്ടായാലും മറ്റുള്ള എന്താ പറയുക വളപ്രയോഗ സമയത്തായാലും എല്ലാവരും കൂടിയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പൊതുവെ ഇവിടെ സ്കേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർക്കാണ്. ലേബർ തീരെ ലഭ്യമല്ലാത്തൊരു ഏരിയയാണിത്. അപ്പം ഞങ്ങൾ തന്നെയാണ് അധികവും ചെയ്യൽ. അത് എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ ഒരു 8 മണിക്കൊക്കെ എണീച്ച് വരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ തന്നെയാണ്. പിന്നെ ഒരു 11 മണി വരെയൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ ഉണ്ടാവും. ഇതിനകത്തൂടെ തന്നെ
പിന്നെ നമുക്ക് എന്താ പറയുക, കീടബാധകളൊക്കെ കൂടുതൽ കണ്ടുപിടിക്കാനൊക്കെ എളുപ്പം രാത്രി സമയങ്ങളിലാണ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് തന്നെ മരുന്ന് പ്രയോഗം ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു വരുന്നു. ആയിക്കോട്ടെ, അത് നമുക്കവിടെ ഞാൻ ജബോട്ടിക്കാപ്പ മുതൽ ഇങ്ങനെ ഒരുപാട് വിദേശ ചെടികൾ എനിക്കുണ്ട്. പിന്നെ സീഡ്ലെസ് ആയിട്ടുള്ള ജാക്ക്, പിന്നെ കർണാടകയിലെ എന്താ പറയുക സ്പെഷ്യൽ വെറൈറ്റി ആയ സിദ്ധു എന്ന് പറഞ്ഞൊരു ജാക്കുണ്ട്. അത് അങ്ങനെയൊക്കെ ഒരുപാട് ആയി വരുന്നു. അത് കായ്ഫലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ചെയ്യുന്നുണ്ട്. എന്തായാലും റിസൾട്ടൊക്കെ ആയി വരുന്നു. അത് ഒരുപാട് എന്താ പറയുക വിദേശ വെറൈറ്റികൾക്ക് കൂടുതലും സാധ്യത നമ്മുടെ കാലാവസ്ഥയായിട്ട് ഒത്തുപോകാനുള്ളൊരു എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകലുണ്ട്. അത് പിന്നെ കാലക്രമേണ അത് മാറി വരും എന്ന് പ്രതീക്ഷിക്കാം. നന്നാവും തന്നെയാണ് പ്രതീക്ഷ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഭക്ഷ്യവിള ആയതുകൊണ്ട് തീരെ എന്താ പറയുക അങ്ങ് അവഗണിക്കപ്പെടില്ല എന്ന് തന്നെയാണ് വിശ്വാസം. അല്ല, ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാനിപ്പം എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ 4.5 ഏക്കറോളം സ്ഥലമുണ്ട്. 4.5 ഏക്കറോളം ഉണ്ട്. അതിൽ കംപ്ലീറ്റ് റംബൂട്ടാൻ തന്നെ ആയി. അപ്പോൾ ഇനിയിപ്പം മറ്റു കൃഷികളെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. കാരണം ഇത് നന്നായിട്ട് വെയിൽ വേണ്ടൊരു ചെടിയായതുകൊണ്ട് തന്നെ അതിൽ ഇടവിള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊരു ഇതുണ്ട്. വന്യമൃഗശല്യം ഉണ്ടെങ്കിലും നല്ല വളക്കൂറുള്ള മണ്ണാണിത്. എന്താ പറയുക, അതുകൊണ്ട് തന്നെ കൂടുതൽ ഫെർട്ടിഗേഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നെ ഇറിഗേഷനാണ് കൂടുതലും ആവശ്യം വരുന്നത്. ഇറിഗേഷന് നമ്മൾ പൈപ്പ് പിടിച്ച് നനച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സംതൃപ്തി തന്നെയാണ്. എന്താ പറയുക, നഷ്ടബോധമൊന്നും ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് റിസൾട്ടായി വരുന്നുണ്ടല്ലോ. അതിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെ പോയാലും ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ടാവും. അത് എന്താ പറയുക, അങ്ങനെ ആ ഒരു നമ്മുടെ ശീലങ്ങളിൽ പെട്ട ഒരു കാര്യമാണത്. കുറേ പേര് എന്താ പറയുക ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ തന്ന് പറ്റിച്ചിട്ടുമുണ്ട്. എന്നാലും അതും നമ്മൾ എന്താ പറയുക വെട്ടിക്കളയാണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഫ്രൂട്ട്സുമായിട്ട് നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ സനലേട്ടൻ്റെ റംബൂട്ടാൻ കൃഷി വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ഫലവർഗ്ഗങ്ങൾ ഇദ്ദേഹം വീട്ടിൽ നട്ടുപരിപാലിച്ചു വരുന്നു. അത് ഒരു വരുമാനത്തിനല്ല, ഒരു ഹോബി എന്ന നിലയിൽ നട്ടുപരിപാലിച്ചു വരുന്നു. വളരെ നല്ലൊരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടതല്ലേ. അപ്പോൾ പാടവും പറമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു കൃഷിക്കാഴ്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.